ഓപ്പണായിട്ട് പറഞ്ഞാൽ ഹിന്ദുക്കൾ അവരവരുടെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവർ എത്രത്തോളം ഭക്തിയോടെയാ പോകുന്നതെന്ന് നമുക്കറിയാമോ? അവരവിടെ ഞാനും ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ അടുത്താണ് ഞാൻ എൻ്റെ ഭവനത്തിൽ താമസിക്കുന്നത്. അവരവരുടെ ഷർട്ട് വരെ ഊരി ഒരു പക്ഷേ ഒരു ചെറിയ വസ്ത്രം കൊണ്ട് ശരീരം മറച്ച് കുളിച്ച് ശുദ്ധിയുള്ളവരായിട്ട് അവരവരുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാ. അതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ പാർക്കുന്നതിന് തൊട്ടിപ്പുറത്ത് ഒരു മുസ്ലിം പള്ളിയുണ്ട്. ഈ മുസ്ലിം പള്ളിയിലേക്ക് വെളുപ്പാങ്കാലത്ത് 5 മണിക്കും ശേഷം 9 മണിക്കും 12 മണിക്കും വൈകിട്ട് ഇങ്ങനെയൊക്കെ 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ എത്രത്തോളം ഭക്തി കാണിക്കാമോ അത്രത്തോളം ഭക്തിയോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവർ ചെല്ലും. ഒരു തവണയല്ല, ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. മുസ്ലിം യുവാക്കൾ ചെല്ലുക, സൈഡിൽ കുളത്തിന്റെ അവിടെ നിന്ന് ചെവി കഴുകും, കണ്ണ് കഴുകും, മൂക്ക് കഴുകും, നാവ് കഴുകും, കൈയും കാലും ഒക്കെ കഴുകി ശുദ്ധിയുള്ളവനായി അടുത്ത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവരൊക്കെ സേവിക്കുന്ന ദൈവത്തിന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ കണ്ണുണ്ടെങ്കിലും ഒരുപക്ഷെ കാണത്തില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കത്തുമില്ല. പക്ഷെ നമ്മൾ സേവിക്കുന്ന യേശുവിന്റെ പ്രത്യേകത അറിയാമോ? നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ഇരിപ്പുണ്ട് നമ്മുടെ ദൈവം. എന്റെ സഹോദരൻ കുടുംബത്തോടും എന്റെ മാതാപിതാക്കളോടൊക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ചെറിയ പോസ്റ്ററിൽ ആൽവിൻ മാത്യു 33 അല്ലെങ്കിൽ 34 എന്നിട്ട് എഴുതി വെക്കും, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. സ്വർഗത്തിലിരിക്കുന്ന കർത്താവ് എന്നോട് പറയും, മരിച്ചു കഴിഞ്ഞിട്ട് പറയും, ആൽവിനെ നീ ഭൂമിയിലേക്ക് ഒന്ന് ചെന്ന് നോക്കിയേ, എന്തെല്ലാമാ നിന്നെ പറ്റി പറയുന്നേ. ഇത് എന്നോട് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തവരോടും ദൈവം പറഞ്ഞാൽ ഈ ചിരിക്കുന്ന നിങ്ങൾ അന്നും ചിരിക്കും. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ, തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ, അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമാം തൻഹിതം പോ, അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമാം തൻഹിതം പോ, എന്നുള്ളം നിന്നില ആഴമാം വിശ്വാസത്താ ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല, ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ഒരിക്കൽ കൂടി, ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ആമേൻ, ഹല്ലേലൂയ. എത്ര ദൈവങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന്. ഹല്ലേലൂയ. യോശുവ ഇസ്രായേൽ ജനത്തോട് ഒരു ദൂത് വിളിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ഒന്ന് ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ചാൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളെന്ന്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ആമേൻ. ഏതൊരു പെന്തക്കോസ്തുകാരനോടും ഒരു ചോദ്യമായിട്ട് ചോദിക്കുക, എന്താണ് പെന്തക്കോസ്ത് സഹോദര അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഹോദരി നമ്മുടെ ജീവനുള്ള ദൈവത്തിന് ഇഷ്ടമെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം? ഞാനും ഒരു സാധാരണ പെന്തക്കോസ്തുകാരനായിട്ടാണ് ഞാൻ ജീവിച്ചു വന്നത്. നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ ദൈവത്തോട് ക്ഷമ പറഞ്ഞിട്ട് ദൈവത്തോട് പറയണ, കർത്താവേ ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന്. കാരണം നമ്മുടെ ദൈവം ഏത് നിമിഷവും വരും. ശുദ്ധിയുള്ളവനെ ദൈവം ചേർത്തെടുക്കും. ശുദ്ധി ഇല്ലാത്തവൻ ചമ്മണം പൂട്ടിയും ഒരു പക്ഷെ കിടക്ക ഇങ്ങനെ കട്ടിലെ ഇങ്ങനെ കിടന്നുറങ്ങേണ്ടി വരും.
കാരണം ദൈവം വരുന്നത് വിശുദ്ധരെ ചേർപ്പാനാണ്. ഈ രാത്രി ഞാൻ ദൈവജനത്തോട് പറയുന്നു, എന്റെ യേശു വരുന്നത് വിശുദ്ധരെ ചേർപ്പാനാണ്. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവാത്മാവ് പറയുന്നു, ശുദ്ധി ഇല്ലാതെ എന്റെ യേശുവിനെ കാണുവാൻ ആർക്കും കഴിയത്തില്ല. മനസ്സിലായോ? ശുദ്ധി ഇല്ലാതെ എന്റെ യേശുവിനെ കാണുവാൻ ആർക്കും കഴിയത്തില്ല. പണ്ട് കുറെ വർഷങ്ങൾക്ക് മുന്നമേ ഞങ്ങളുടെ സഭയിൽ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പൈതൽ എന്നോട് പറഞ്ഞു, ആൽവിനെ ചച്ചാ, 10 വയസ്സിന് താഴെയുള്ളവരെല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒരു കൊച്ചു പൈതൽ എന്നോട് പറയുക, ഞങ്ങൾ 10 വയസ്സിന് താഴെയുള്ളവരെല്ലാം സ്നാനപ്പെട്ടില്ലേലും രക്ഷിക്കപ്പെട്ടില്ലേലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചില്ലേലും ഞങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന്. പോകുമോ? പോകുമോ അച്ഛാ? ധൈര്യത്തോടെ പറ. ഇല്ല, പോകത്തില്ല. ഞാൻ ദൈവജനത്തോട് പറയാം, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമർപ്പണമാണ്. മനസ്സിലായോ? ഈ മെസ്സേജ് ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ര, ഞങ്ങളുടെ സെമിനാരി പഠിപ്പിച്ച ഒരു അധ്യാപകൻ, ഒരു സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, മെസ്സേജ് ഇസ് നോട്ട് എ മസാജ്, ഇറ്റ് ഇസ് എ മിസൈൽ എന്ന്. മനസ്സിലായോ? മെസ്സേജ് എന്ന് പറയുന്ന ഒരു മസാജ് അല്ല, അതൊരു മിസൈൽ ആകണം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, കർത്താവെ, കടന്നു വരുന്ന ദൈവദാസൻ ഞങ്ങളുടെ തലയിലും തൊട്ടിട്ട് പറയണം, ഞങ്ങളെ ഒന്ന് ഓസ്ട്രേലിയ വിടും, ഞങ്ങളെ ഒന്ന് ന്യൂസിലൻഡിൽ വിടും, ഇനി എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും യാതൊരു സങ്കടവും എനിക്കില്ല. കാരണം ദൈവാത്മാവ് എന്നോട്, ഞാൻ ഉറപ്പോടെ പറയും, ദൈവാത്മാവ് എന്നോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോടാ പറയണ്ടേ? ഒരിക്കൽ എന്റെ ഞാൻ ഉദാഹരണം കൂടെ പറയുന്ന ഒരാൾ തന്നെ, ഒരിക്കൽ എന്റെ മമ്മി ഞങ്ങളുടെ സഭയിൽ നടന്നൊരു ഉപവാസ പ്രാർത്ഥനയായിട്ട് എന്നോട് പറഞ്ഞു, ആൽവിൻ മോനെ, ഇന്നത്തെ പ്രസംഗം മുഴുവൻ നിന്നോടായിരുന്നു. എന്നോട് വന്നിട്ട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എന്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി, പ്രസംഗം എന്നോടല്ല, ചെന്ന മമ്മിയോടാ ദൈവാത്മാവ് ദൂത് പറഞ്ഞത്. ഇതിനകത്ത് കടന്നു വരാത്തവരെ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് പറയില്ല, കായംകുളത്ത് ഒരു പാസ്റ്റർ ആൽവിൻ വന്നു, പ്രിയപ്പെട്ട അച്ചായ, നിന്നോടുള്ള ദൂതായിരുന്നു ഇന്ന് മുഴുവൻ. അല്ല, ഇതിനകത്ത് ആരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നോ അവരോടാ ദൈവാത്മാവ് ദൂത് പറയുന്നത്. എന്റെ പിറകിലും ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഉറങ്ങരുത് അവിടെ ഇരുന്നോണ്ട് ആരും. ഓക്കെ, എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. യോശുവ ഇസ്രായേൽ ജനത്തോട് ധൈര്യത്തോടെ പറയുക, ശുദ്ധീകരിപ്പീൻ. എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട് ഈ പകലിൽ, ഈ രാത്രിയിൽ എന്റെ ദൈവം എന്നെ ശുദ്ധീകരിക്കാൻ പോവാ ചില മണ്ഡലങ്ങളിൽ? ആമേൻ. ഒന്നാമത്തെ ശുദ്ധീകരണം എവിടെയാ വരേണ്ടത് അറിയാമോ? യേശുവും നമ്മളും തമ്മിലുള്ള പേഴ്സണൽ ലൈഫിൽ ശുദ്ധീകരണം വരണം. കോപിക്കാത്തവരുണ്ടോ? ആരുമില്ല. ഉണ്ടോ? പുറകിൽ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കോപിക്കും. നിസ്സാര ഒരു ചെറിയൊരു കാര്യം മതി, ഇടിയായി, ഒടക്കായി, തമ്മിൽ അകൽച്ചയായി. എന്നിട്ട് കർത്തൃമേശ എടുക്കുമ്പോ ദൈവത്തോട് പറയും, എന്നെ അറിയുന്ന കർത്താവ് എന്നെ അങ്ങ് ശുദ്ധീകരിച്ച് ഇതിനെ വാഴ്ത്തി നുറുക്കണമെന്ന്. ഇല്ല, നമ്മുടെ കളിപ്പുള്ളിയല്ല നമ്മുടെ കർത്താവ്. ഒരു പക്ഷെ ഈ പ്രസംഗം ഇന്ന് രാത്രി കർത്താവ് വന്നാൽ നിങ്ങളെ എടുക്കാൻ തന്നെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നെ കേൾക്കുന്ന ദൈവജനം, ഈ 2025 ഒരു പക്ഷേ ഈ രാത്രി 12 മണി വരെ ദൈവം നിനക്കുള്ള ആയുസ് കൽപ്പിച്ചിട്ടുണ്ടാകാം, എന്റെ ഉൾപ്പെടെ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ പേരും നിങ്ങളുടെ പേരും നിത്യതയിൽ വരണമെങ്കിൽ ഒരു ശുദ്ധിയില്ലാതെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ കഴിയത്തില്ല. ദൈവസന്നിധിയിൽ ഈ ശുദ്ധീകരണം തന്നെ നിൽക്കുമ്പോൾ ഞാൻ ദൈവജനത്തോട് ദൂത് പറയട്ടെ. ഇസ്രായേൽ ജനത്തെ ഏതാണ്ട് 40-ൽ പരം വർഷം ന്യായപാലനം ചെയ്ത മോശയുടെ ശരീരത്തിനു വേണ്ടി പിശാച് വാദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസമോ കേവലം 10-20 വർഷം ജീവിച്ച് നമ്മളോട് എത്ര വർഷം വരെ പിശാച് ബാധിക്കും? മനസ്സിലായോ? എടാ, മോശയുടെ ശരീരം, ദൈവത്തെ മുഖാമുഖം കണ്ടവൻ, ദൈവത്തോട് ചേർന്ന് നടന്നവൻ, അമേൻ, ഹല്ലേലൂയ, ദൈവം കൈവച്ച് അമേൻ ന്യായപ്രമാണം എഴുതി കൊടുത്ത മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, മണക്കാലെ പഠിച്ചെന്നോ അല്ലെങ്കിൽ ബഹറിനുള്ള ദൈവജനമെന്നോ ഒന്നും പിശാചിന് വിഷയമല്ല. ദൈവം പറയും, അമേൻ, പിശാച് പറയും, കണ്ടോ അവന്റെ സ്വഭാവം കണ്ടോടാ, ഇങ്ങനെ വിളിച്ചു പറയും. പറയത്തില്ലേ? പറയും.
ഇതിനപ്പുറം ഒന്നും വേണ്ട. ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിന് സമർപ്പിക്കണം. കർത്താവേ, ഞങ്ങൾക്കൊന്ന് അക്കരെ എത്തണം, അതിനപ്പുറം ഒന്നും വേണ്ട. ശരിയാ, ഓസ്ട്രേലിയ പോകും, ന്യൂസിലൻഡിൽ പോകും, എല്ലായിടത്തും പോകും. പക്ഷേ ഒറ്റ കാര്യമാണ്, കർത്താവ് എന്റെ പേര് ഈ രാത്രി ദൈവം ഒന്ന് രജിസ്റ്റർ ചെയ്യണം. പറ, ദൈവത്തോട് പറ, കർത്താവേ എന്റെ പേര് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ രജിസ്റ്റർ ചെയ്യണം. എന്റെ യേശുവിന്റെ വചനം കൊടുത്തിരിക്കുന്നത് ന്യായപ്രമാണത്തിലും അടിസ്ഥാനപ്പെട്ട് കീഴ്പ്പെട്ട് നിൽക്കുന്നവന്റെ പേര് ദൈവം മായ്ച്ചു കളയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഞാൻ ദൈവജനത്തോട് പറയാം, ദൈവത്തോട് പറയാം, കർത്താവേ എന്റെ പേര് ദൈവത്തിൽ നിന്ന് എഴുതി വെക്കണം കർത്താവേ എന്ന്. ഞാൻ എന്റെ സഭയിലും എന്റെ സഹോദരൻ കുടുംബത്തോടും എന്റെ മാതാപിതാക്കളോടൊക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ചെറിയ പോസ്റ്ററിൽ ആൽവിൻ മാത്യു 33 അല്ലെങ്കിൽ 34 എന്നിട്ട് എഴുതി വെക്കും, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. സ്വർഗത്തിലിരിക്കുന്ന കർത്താവ് എന്നോട് പറയും, മരിച്ചു കഴിഞ്ഞിട്ട് പറയും, ആൽവിനെ നീ ഭൂമിയിലേക്ക് ഒന്ന് ചെന്ന് നോക്കിയേ, എന്തെല്ലാമാ നിന്നെ പറ്റി പറയുന്നേ. ഇതിന് എന്നോട് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തവരോടും ദൈവം പറഞ്ഞാൽ ഈ ചിരിക്കുന്ന നിങ്ങൾ അന്നും ചിരിക്കും. ഞാൻ ദൈവജനത്തോടൊരു കാര്യം പറയാം, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമർപ്പണമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. കുഞ്ഞുങ്ങളെ, യൗവനക്കാരാ, മാതാപിതാക്കളെ, കീബോർഡും കൊയറും ലീഡിൽ എല്ലാവരോടും ദൈവാത്മാ പറയുന്നു, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു റീസബ്മിഷൻ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തോട് പറ, നമ്മളെല്ലാം കരുതുന്നത് എപ്പോഴും പറയാറുണ്ട്, IPC അടി, ഏജിയിൽ പിടിവലി, അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡിൽ അങ്ങനെ. നമ്മുടെ ഇടയിൽ ഇതുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കാത്തത്. ഞാൻ പറയുന്നു അല്ലല്ലോ, ഞാൻ പറയുന്നു അല്ല, നമ്മുടെ ഇടയിലെ കുറവുകൊണ്ട് ദൈവം പ്രവർത്തിക്കാത്തത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ദൈവം പ്രവർത്തിക്കാത്തത് നമ്മുടെ വ്യക്തിപരമാണ്. നമ്മുടെ ദൈവം നമ്മളെ നോക്കുന്നത്. നമ്മളെക്കാട്ടിലും ഒന്നുമില്ലാത്തവരെ ശ്രേഷ്ഠമായി രീതിയിൽ നടക്കുന്നില്ലേ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. കഴിഞ്ഞ ചില 2 ആഴ്ച മുന്നമേ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ഒരു സ്ഥലത്ത്, ഈ ബഹറിൻ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ആ ചാനോട് പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഇതിനകത്തളത്തിൽ വളരെയധികം ഏതാണ്ട് കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് നടുവിന് അസ്വസ്ഥയോടെ ഭാരപ്പെടുന്ന നിവർന്ന് നിൽക്കാൻ പോലും കഴിയാത്തൊരു വ്യക്തി ജീവിതം ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് കർത്താവിനോട് പറഞ്ഞു. ഞാൻ ദൈവാത്മാവിനെ അങ്ങ് ദൂത് പറഞ്ഞു. ആരെന്നോ ഒന്നും കർത്താവിനോട് പറഞ്ഞില്ല, പക്ഷെ ഒരു വ്യക്തി ഉണ്ടെന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു. ഈ നിമിഷം ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിനകത്തൊരച്ചായൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടു. എന്നെ അദ്ദേഹം വ്യക്തിപരമായി വിളിച്ചു, അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഏതാണ്ട് കഴിഞ്ഞ 4 മാസമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത രീതി ഞാൻ നിൽക്കുകയായിരുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സിമെന്റിന്റെ ചാക്ക് എടുത്തിട്ട് ഈ നടുവിൽ വെച്ച് 1-2 മണിക്കൂർ നിൽക്കും, കാരണം ആ ചൂടടിച്ച് വേദന കുറയാൻ വേണ്ടി. പക്ഷെ ആ വചനം അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കി. ഞാനിത് പറയാൻ കാരണം, ദൈവജനമേ, യേശു കർത്താവ് ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് സമർപ്പിക്കപ്പെടണം. ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ ചിലതിനോടൊന്ന് നോ പറയാൻ. എന്താ ദാനിയേലും യോസഫൊക്കെ ഒന്ന് അനുഗ്രഹിക്കപ്പെട്ടത്? ഞാൻ എന്റെ വചനത്തിൽ നിന്ന് ഒരിക്കലും തെന്നിമാറുകയല്ല. യോസഫിനെ നമുക്കറിയാം. സാഹചര്യങ്ങൾ മുഴുവൻ അനുകൂലമായിരുന്നു. ഫറവോൻ അവനുണ്ടായിരുന്ന സകലതിനെയും യോസഫിന്റെ കൈ കൊടുത്തു. യോസഫേ, എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളതാണ്. ആ ഫറവോന്റെ ഭാര്യ വന്നിട്ട് നോക്കിയപ്പോൾ അല്ലെങ്കിൽ വന്നിട്ട് പറയുകയാണ്, ഈ യോസഫ് കാണാൻ സുന്ദരൻ, കാണാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ആരും ഒന്നും അറിയത്തില്ല. പക്ഷെ യോസഫ് പറഞ്ഞു, അല്ലല്ലോ ഒരുപക്ഷെ ആരും ഒന്നും അറിയത്തില്ലായിരിക്കാം, പക്ഷെ ഞാനും എന്റെ ദൈവം തമ്മിലൊരു ബന്ധമുണ്ട്. ഇന്ന് ഈ പകല് ഞാൻ ദൈവജനത്തോട് പറയാം, ഞാനും എന്റെ യേശുവും തമ്മിലുള്ള ബന്ധം, ഞാനും എന്റെ കർത്താവും തമ്മിലുള്ള ബന്ധം. ഇന്ന് രാത്രി ദൈവജനം പറ, കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ ഞാനും എന്റെ യേശുപ്പച്ചനും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ വിള്ള സൃഷ്ടിക്കുന്ന എന്തുമാകട്ടെ അതിനെ ഈ രാത്രി ദൈവം തടുക്കണമേ എന്ന് എത്ര ദൈവജനത്തിന് ആത്മാവിൽ കൽപ്പിക്കാൻ കഴിയും? ഒന്ന് പറയാമോ? കർത്താവേ, ചില അന്ധകാരത്തിന്റെ പോരാണെങ്കിൽ അത് ഞങ്ങളുടെ ശരീരത്തിന്മേൽ വെല്ലുവിളിക്കുന്നതാണെങ്കിൽ അത് ഞങ്ങളുടെ വാക്തത്വത്തിന്മേൽ വെല്ലുവിളിക്കുന്നതാണെങ്കിൽ അത് ഈ രാത്രിയിൽ ചില മണ്ഡലങ്ങൾ പിശാചിന്റെ ചില ഘടന മൂല കെട്ടി
മുൾമുടികൾ ഈ രാത്രിയിൽ പൊട്ടി മാറട്ടെ എന്ന് ദൈവജനത്തിന് ആത്മാവിന് കൽപ്പിക്കാൻ കഴിയുമോ? ആത്മശക്തിയോടെ ദൈവജന ചില മണ്ഡലങ്ങൾ നോക്കി ആത്മാവിനെ കൽപ്പിച്ചിട്ട് പറ, കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ യേശു ചില അത്ഭുതങ്ങൾ ചെയ്യുന്ന രാത്രിയായി, ചില വീര്യപ്രവർത്തി ചെയ്യുന്ന രാത്രിയായി, ചില മഹത്വം വെളിപ്പെടുന്ന രാത്രിയായി ഇത് തീരാൻ ദൈവമക്കൾക്ക് പറയുവാൻ കഴിയുമോ? യോശുവ ഇസ്രായേൽ ജനത്തോട് പറയുക, ആമേൻ. കണ്ടോ, 5-ാം വാക്യം, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ദൈവം നമ്മുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് ദൈവജനത്തോട് ഒരു ദൂത് വിളിച്ചു പറയുന്നു, നമ്മളെ തന്നെ ഈ രാത്രി ഒന്ന് ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചാൽ എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ചില മണ്ഡലങ്ങളിൽ ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു. ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ കരമൊന്നും അടിച്ചില്ലേലും കുഴപ്പമില്ല. ദൈവത്തോട് പറ, കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ, ഞങ്ങൾ ആത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്റെ ദൈവം ചില അത്ഭുതങ്ങൾ ഞങ്ങളുടെ ചെയ്യാൻ പോവുകയാണെന്ന്. ആമേൻ. അതിന്റെ 8-ാം വാക്യം കണ്ടോ, യോശുവ അവരെ പുരോഹിതന്മാരോട് പറയുക, നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ പക്കത്തെത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്ക എന്ന് കൽപ്പിച്ചു എന്ന് അരുളി ചെയ്തു. ആമേൻ. മോശയുടെ ശിഷ്യനായിരുന്ന യോശുവ, ആമേൻ, യോശുവയ്ക്ക് ഒന്നും അറിയത്തില്ല. മോശയുടെ സൈഡിലോ ഒരുപക്ഷെ പിറകിലോ ഒക്കെ നടന്ന യോശുവ ഒരുപക്ഷെ വലിയ ദൂതുവാഹകനല്ല. വലിയ അരുളപ്പാടുകൾ ചെയ്തില്ല. അത്ഭുതങ്ങൾ ചെയ്തില്ല. എല്ലാം മോശയുടെ കൂടെ നടന്നേയുള്ളൂ. പക്ഷെ അന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് മോശയോട് വിളിച്ചു പറഞ്ഞു, മോശേ, യോശുവായെ, മോശയോട് കൂടെ ഇരുന്ന ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും. കാരണം ഞാൻ ദൈവത്തോട് ചോദിച്ച, കർത്താവേ, റീസൺ എന്താ? ഞാൻ ദൈവത്തോട് ചോദിച്ച, കർത്താവേ, റീസൺ എന്താ? കർത്താവിനോട് പറഞ്ഞു, നമ്മുടെ വചനം തന്നെയാ, മോശയും ദൈവവും തമ്മിൽ മുഖാമുഖമായി സീനായി മലമുകളിൽ ചെന്ന് കാണുകയാ. ഒരു അരുളപ്പാട് കൽപ്പിച്ചു, ഈ പർവ്വതത്തിന്റെ അറ്റത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ ആരെങ്കിലും, അവിടെ തിരുവചനം കൊടുത്തിരിക്കുന്ന നായയാകട്ടെ മനുഷ്യരാകട്ടെ കേറിയാൽ അവൻ മരണപ്പെട്ടു പോകും. പക്ഷേ ആ പർവ്വതത്തിന്റെ അടിവാരത്തിൽ ആർക്കും ഛേദം വരാതെ വണ്ണം അതിന്റെ അകത്തളത്തിൽ യോശുവ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയാം, ആത്മീക മേഖലയിൽ കാവൽ നിൽക്കുന്ന നിന്നെ എന്റെ യേശു തിരഞ്ഞെടുക്കുക. മനസ്സിലായോ? അതിന് ഒരാളെ മീഡിയേറ്ററുടെ ആവശ്യമില്ല. ദൈവത്തോട് പറഞ്ഞാൽ മതി, കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നിൽപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ഒരു അഗ്നിജ്വാല പോലെ എന്റെ യേശുവിനെ ഉപയോഗിക്കണമേ എന്ന്. ദൈവജനമേ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഇടയിൽ നടക്കണമെങ്കിൽ നമ്മളെ തന്നെ ഒരിക്കൽ കൂടി ശുദ്ധീകരിക്കണം. മനസ്സിലായോ? അതിന്റെ 9-ാം വാക്യം പറയുകയാണ്, യഹോവ ഇസ്രായേൽ മക്കളോട്, ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീൻ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവനുള്ള ദൈവം നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യത്തോടെ പറയണം, ഉണ്ട്. ഉണ്ടെന്ന് ധൈര്യത്തോടെ പറയണം. പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഞാനൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ബാംഗ്ലൂരിൽ ശുശ്രൂഷയ്ക്കായി പോയപ്പോൾ അവിടെയുള്ളൊരു ദൈവദാസൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. വാര്യാപുരം യോനാപ്പച്ചനെ എല്ലാവർക്കും അറിയാമല്ലോ, അറിയത്തില്ലേ? കേട്ടിട്ടുണ്ടോ വാര്യാപുരം യോനാപ്പച്ചൻ? വാര്യാപുരം യോനാപ്പച്ചൻ ഒരു കുറുകിയ മനുഷ്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം എന്റെ ഈ പൊക്കമേ അദ്ദേഹം വരത്തുള്ളൂ. ഇത്രയും രീതിയിൽ മുണ്ടൊക്കെ ഉടുത്ത് വലിയ ജുബയിട്ട് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. ദൈവമക്കളെ, വാര്യാപുരം യോനാപ്പച്ചൻ ഒരിക്കൽ ഒരു ഞായറാഴ്ച പകലിൽ ദൈവസനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാ പറഞ്ഞു, അഞ്ചലിന്റെ കിഴക്ക്. അഞ്ചലിന് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നെ ശ്രദ്ധിച്ചോ, അഞ്ചലിന്റെ കിഴക്ക് ഒരു ദൈവസഭയിൽ ചെന്ന് വേഗം നീ ദൈവത്തിന്റെ ദൂത് പറയണം. ഈ അപ്പച്ചന്റെ വാഹനത്തിൽ കയറി ദൈവാത്മാവ് പറഞ്ഞ ദൂതനുസരിച്ച് വേഗം ആ സഭയിൽ ചെല്ലുകയുണ്ടായി. സഭയിൽ ചെന്നപ്പോൾ ഇതുപോലെ തന്നെ ദൈവത്തിന്റെ ദാസൻ അദ്ദേഹത്തെ ആനയിച്ചു, ഫ്രണ്ടിൽ കൊണ്ടു നിർത്തി. വേഗം പ്രാർത്ഥന ആരംഭിച്ചു. എല്ലാ ദൈവമക്കളും കടന്നു വന്നു. എല്ലാ ദൈവമക്കളും കടന്നു വന്ന് ആരാധന കഴിഞ്ഞു. അദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞു, സങ്കീർത്തന പ്രബോധനം പറഞ്ഞു. ഞാൻ ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ചില അപ്പച്ചൻ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, അദ്ദേഹത്തിന് ദൈവത്തിന് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. സാക്ഷ്യമായി ഇന്ന് ദൈവദാസൻ ചോദിച്ചവർ ചോദിച്ചാൽ ആരെങ്കിലും പറയാനുണ്ടോ? പെട്ടെന്ന് ആരും എഴുന്നേറ്റില്ല. ഏറ്റവും പിറകിലൊരു അച്ചായൻ ചാടി എഴുന്നേറ്റു.
ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് സാക്ഷ്യമായി പറയാനുണ്ട്. പറഞ്ഞു. അദ്ദേഹം ഒരു പാട്ട് പാടി സാക്ഷ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിയപ്പോൾ ഭാര്യ യോനാപ്പച്ചൻ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇരിക്കടാ ദുഷ്ട നീ അവിടെയൊന്ന്. ഒന്നാമത്തെ ദൂത്. എന്നിട്ട് രണ്ടാമത് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് നീ സഭായോഗത്തിന് വരുന്നതിന് മുന്നമേ നീ നിന്റെ ഭാര്യയെ പുറത്തിടിച്ചുവെന്നും അവളെ ആ നിന്റെ മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ടുണ്ടെന്നും ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുന്നു പറഞ്ഞു. മൂന്നാമത്തെ ദൂത് ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ ഭവനത്തിൽ ചെല്ലത്തില്ല, വഴിവക്കിൽ വെച്ച് നിന്റെ കണ്ണ് കാക്ക കൊത്തിക്കൊണ്ടു പോകുന്നൊരു ദൂത് പറഞ്ഞു. മനസ്സിലായോ? ഇങ്ങനെ 3 ദൂത് പറഞ്ഞു. ഭാര്യാപര യോനാപ്പച്ചൻ പ്രസംഗം നിർത്തി, പ്രസംഗിച്ചൊന്നുമില്ല, ദൂത് പറഞ്ഞു, എഴുന്നേറ്റു അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറി തിരികെ മടങ്ങിപ്പോയി. ഞാൻ വല്ലവായിരുന്നെങ്കിൽ, ആ പറഞ്ഞ സാക്ഷ്യം ഞാനാ പറഞ്ഞിരുന്നെങ്കിൽ, ദൂത് ഞാനാ കേട്ടിരുന്നെങ്കിൽ അവിടെ നിന്ന് ഉരുകി ഞാൻ മരിച്ചു പോയനെ. പക്ഷെ ഈ അച്ചായൻ വേഗം സഭ ഇറങ്ങി, റോഡിൽ ചെന്നു, ബസ്സിൽ കയറി. കാരണം അടുത്ത ഞായറാഴ്ച ഞാൻ എങ്ങനെ ആൾക്കാരെ വന്ന് കാണും? 2025 ഞാൻ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഈ അച്ചാൻ അത് ചിന്തിച്ചു, ദൈവമേ ഇനി ആരെല്ലാം ഇത് പ്രസംഗിക്കും? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ അച്ചാൻ ഇങ്ങനെ എന്റെ ഭാര്യയെ ഞാൻ ആ റൂമിൽ ചെല്ലണം, അവളോട് ക്ഷമ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ബസ് ഒന്ന് വെട്ടി. നടന്ന സംഭവമാ. ബസ് ഒന്ന് വെട്ടി. ഇദ്ദേഹം ഫുട്ബോളിലാണ് നിന്നത്. അവിടെ നിൽക്കെ അദ്ദേഹം തെറിച്ച് വെളിയിലോട്ട് പോയി. KSEBയുടെ പോസ്റ്റ് ചെന്ന് തലയിടിച്ചു. ശരീരവും തലയും തമ്മിൽ വേർപെട്ടു പോയി. പോലീസ് ഇൻക്വസ്റ്റിന് വന്നപ്പോൾ 2 കണ്ണും അവിടെ ഉണ്ടായിരുന്ന കുറെ കാക്കകൾ കൊത്തി പറിച്ചു കളഞ്ഞു. ദൈവജനമേ, ഈ തിരുവചനത്തിന് ഒരു ശക്തിയുണ്ട്. ഈ തിരുവചനത്തിന് ഒരു ആധിപത്യമുണ്ട്. നമ്മൾ വിചാരിക്കും ഞാനും എന്റെ ദൈവവും തമ്മിൽ ഭായ് ബന്ധമാണെന്ന്. പക്ഷെ കർത്താവ് പറയുക അല്ലല്ലോ, ഞാനും എന്റെ ദൈവവും തമ്മിൽ വിശുദ്ധമായ ഒരു ബന്ധമായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തോട് പറയുക, ചേരിൽ കടന്ന് കുളിക്കുന്ന ഒരു പന്നിയെ പോലെ അല്ല പെന്തക്കോസ്തുകാരാകേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, സമർപ്പണത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവജനമായി എഴുന്നേൽക്കുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ നടക്കുന്നത്. ദൈവജനമേ, ദൈവം ആഗ്രഹിക്കുന്ന അത് തന്നെയാ. ഇതിനകത്തളത്തിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, പാസ്റ്റങ്ങളോ എന്നെ വിളിച്ചവരാരും ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ദൈവാത്മാവിനോട് പറയാൻ പറഞ്ഞത് മുഴുവൻ ഞാൻ ഈ രാത്രി ദൈവജനത്തോട് പറഞ്ഞിട്ടേ ഇവിടുന്ന് കടന്നു പോകൂ. ദൈവമക്കളെ, നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമർപ്പണമാണ്. നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. ഞാനൊക്കെ ഞങ്ങളുടെ ചർച്ചിൽ ഡ്രം മാത്രമേ ഉള്ളൂ. ഞാൻ ആ ഡ്രം കൊട്ടുന്നതിനും പോലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തന്നെ മാറ്റിയിരുത്തും. മാറിയിരിക്കാന്ന് പറയും. മനസ്സിലായോ? കാരണം എന്റെ മമ്മി എന്നോട് പറയാറുണ്ട്, മമ്മിയുടെ ഒക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ അഭിഷേകം പ്രാപിക്കാത്ത ഡ്രം തൊട്ട അടിയുടെ പൂരമാ. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോടെ കഴിവിലല്ല കാര്യം, ഈ രാത്രിയിൽ അഭിഷേകത്തിനാ കാര്യം. ഞങ്ങളുടെ സെമിനാറിൽ പറയുന്ന ഒരു പദം ഞാൻ നിങ്ങളോട് പറയാം, മണ്ടനെ മാണിക്യമാക്കുന്ന ദൈവിക ശക്തി. വള്ളത്തിലിരുന്നവനെ യേശുവിന്റെ ശിഷ്യനാക്കി ദൈവം ഉയർപ്പിച്ചെങ്കിൽ ഈ രാത്രി ഞാൻ ദൈവജനത്തോട് ഇതിനകത്ത് ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവേ ഇന്ന് ഈ രാത്രി ഇതിനകത്തുള്ളതിന്മേ ചില ദൈവപ്രവൃത്തി ഞങ്ങളുടെ സംഭവിക്കണമെന്ന് എത്ര ദൈവമക്കൾ ആത്മാവിൽ പറയുവാൻ കഴിയും? വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മശക്തിയോടെ പറ, എന്റെ യേശു ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി ഇതിനകത്ത് ഇറങ്ങി വരണമേ. ചില മണ്ഡലങ്ങളിൽ, ആത്മീക മേഖലകളിൽ, ശുദ്ധീകരണത്തിന്റെ മേഖലകളിൽ ആത്മാവിന്റെ ചലനം ഇതിനകത്ത് നടക്കണമേ എന്ന്. ശ്രദ്ധിച്ചോണമേ, യോർദാൻ നദിയുടെ ഒന്നാമത്തെ പ്രത്യേകത തിരുവചന അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്നത്, കൊയ്ത്ത് കാലം അടുക്കുമ്പോൾ അതൊന്ന് കരകവിഞ്ഞൊഴുകും. മനസ്സിലായോ? കൊയ്ത്ത് കാലം എടുക്കുമ്പോൾ പറ, കര കവിഞ്ഞൊഴുകും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പറ, ആണോ പാസ്റ്റങ്ങളെ? അല്ല, പാസ്റ്റങ്ങളെ സങ്കീർത്തനം വായിച്ചതും അങ്ങനെ തന്നെ. നിങ്ങളെല്ലാം ഇങ്ങനെ ഈ ആദ്യമായിട്ടൊരു പ്രസംഗം കേൾക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശ്രദ്ധിച്ചോണമേ, കൊയ്ത്ത് കാലം അടുക്കുമ്പോൾ യോർദാൻ നദി കര കവിഞ്ഞൊഴുകും. നദി നമ്മുടെ മുകളിലാണോ താഴെയാണോ നിൽക്കുന്നത്? പറ, താഴെയാണ് നിൽക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, പുരോഹിതന്മാർ 12 പേരും കൂടെ പെട്ടകം ചുമന്നുകൊണ്ട് വരികയാ.
യോശുവയുടെ ദൈവം പറഞ്ഞ ദൂതനുസരിച്ച് അവൻ പുരോഹിതന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇത് നദിയാണെന്ന് ചിന്തിച്ചോ, നിങ്ങൾ ഈ നദിയുടെ വക്കത്തെത്തുമ്പോൾ നിൽക്കണം. എന്തിനാണെന്ന് അറിയാമോ? കരകവിഞ്ഞ് ഒഴുകുന്നതിനെ ഈ രാത്രി ബ്ലോക്ക് ചെയ്യണമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് പറയാം, നിന്റെ ഭവനത്തിനെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ വാക്തത്വത്തിനെതിരെ കരകവിഞ്ഞ് ഒഴുകുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഈ രാത്രി ബ്ലോക്കാകണം. ആത്മാവിൻ ദൈവജനത്തോട് പറ, എന്റെ ദൈവമേ, ഈ രാത്രിയിൽ കരകവിഞ്ഞ് ഒഴുകുന്ന ചില മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കരം, പരിശുദ്ധാത്മാവിന്റെ കരം, പരിശുദ്ധാത്മാവിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒഴുകണമേ എന്ന് എത്ര ദൈവമക്കൾക്ക് ആത്മശക്തിയോടെ പറയാൻ കഴിയും? ഈ പെട്ടകത്തിനകത്ത് എന്തായിരുന്നു അറിയാമോ? ദൈവത്തിന്റെ കൽപ്പന. പഴയ നിയമത്തിൽ പെട്ടകമാകുന്ന ദൈവിക കൽപ്പനയെ ആമേൻ ഉയർത്തിപ്പിടിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ ഈ തിരുവചനമാകുന്ന പെട്ടകം ഉയർത്തിപ്പിടിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ആമേൻ. അതിനൊക്കെ ഉപരിയായിട്ട് പുതിയ നിയമത്തിൽ നസറേനായ ക്രിസ്തു എന്ന പെട്ടകത്തെ ഈ രാത്രി നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഞാൻ ദൈവജനത്തോട് പറയുന്നു, നിന്റെ ജീവന് കേടുവരാത്തത്, നിന്റെ ആയുസ്സിന് കേടുവരാത്തത് എന്റെ ദൈവം നമ്മളോട് കാണിക്കുന്നത് ദയയാണ്. മനസ്സിലായോ? മനസ്സിലായോ? ദൈവജനമേ, എന്നെ ഈ സുവിശേഷ വേലയ്ക്ക് ഇറക്കി വിളിച്ചത് എന്റെ പപ്പയും മമ്മിയും ഒന്നുമല്ല. എനിക്കൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്റെ അപ്പൻ എന്നെ തെള്ളിവിട്ടില്ല. അല്ലുമൻ എന്നാ നീ സുവിശേഷ, ഞങ്ങൾ ട്വിൻസാ, ഇരട്ട സഹോദരന്മാരെ ഞങ്ങൾ രണ്ടുപേരും. ഉദാഹരണം പറഞ്ഞാൽ ഞാനും എന്റെ സഹോദരനും ഒരു നോർമൽ പെന്തക്കോസ്തുകാരായിട്ട് ജീവിച്ചു വന്നവരാ. പാസ്റ്റർ പറഞ്ഞതുപോലെ എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും പോകും. കൂടി TV അമ്മ അറിയാമല്ലോ, TV ആയിട്ട് എന്റെ പപ്പ ഞങ്ങളുടെ മുറിക്കകത്ത് കിടക്കുക, എന്റെ അപ്പനും അമ്മയും. ഞാൻ ചെന്നിട്ട് പപ്പയോട് പറഞ്ഞു, പപ്പ ദൈവാത്മാവിനോട് ദൂത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? എന്റെ പപ്പ എന്നോട് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, ആൽവിൻ മോനെ, കലപ്പയ്ക്ക് പറ, കൈ വെച്ചിട്ട് പിന്മാറിപ്പോകുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ജീവിതത്തിൽ പ്രതിസന്ധി വരും, കഷ്ടം വരും, നഷ്ടം വരും, പക്ഷെ നീ പതറിപ്പോകരുത്. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നമേ, അതായത് ഇവിടുത്തെ സമയം 5:45 മുന്നമേ ഞാൻ എൻ്റെ അപ്പനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഒരു പക്ഷെ അവര് പ്രാർത്ഥിക്കുകയായിരിക്കാം. എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രണ്ടുപേരും എൻ്റെ ഭവനത്തിലുണ്ട്. മനസ്സിലായോ? എൻ്റെ സഹോദരൻ കുടുംബമുണ്ട്. ഞാൻ ദൈവജനത്തോട് പറയാം, ദൈവമക്കളെ, നിന്റെ ദർശനം സ്വർഗത്തിലേക്കാണെങ്കിൽ നിന്നെ ആർക്കും പിന്മാറ്റാൻ കഴിയത്തില്ല. മനസ്സിലായോ? ദർശനം സ്വർഗമാണെങ്കിൽ, ദർശനം ചില അത്ഭുതങ്ങൾ നടക്കാനാണെങ്കിൽ നിന്റെ ശുശ്രൂഷയെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ രാത്രി ദൈവത്തോട് പറയണം, ദൈവമേ, കഴിഞ്ഞ നാളിൽ എത്ര ദിനമാകട്ടെ, എത്ര ആയുസിന് എത്രയും കഴിഞ്ഞു പോകട്ടെ, സാരമില്ല, പക്ഷെ ദൈവം എന്നെ ഒന്ന് വിളിക്കണം. ആ മഹത്വത്തിനായിട്ട് എന്നെ ഒന്ന് വേർതിരിക്കണം. ഈ വചനത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചത് അതിന്റെ 4-ാം വാക്യം പറയുക, അമ്മേ, നിങ്ങൾക്കും, അതായത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർക്ക്, കണ്ട 4-ാം വാക്യം, എന്നാൽ നിങ്ങൾക്കും പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരും 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. എത്ര മുഴമ? 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകുന്ന വഴി അറിയും, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം പെട്ടകം ചുമന്നാൽ ദൈവം നിനക്ക് വഴികാട്ടി തരും. പെട്ടകം ചുമന്നാൽ ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേൽ വെളിപ്പെടുമെന്ന്. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഞാൻ ദൈവജനത്തോട് പറയുന്നു, ഭക്തിയോടെ അമേൻ, ഈ തിരുവചനവും അതിനുപരി പുതിയ നിയമത്തിൽ പെട്ടകമാകുന്ന ക്രിസ്തുവിനെ ചുമക്കാൻ ഒരു ഭാഗ്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മളൊന്ന് സമർപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവജനമേ, ഈ രാത്രി ഞാൻ നിങ്ങളുടെ ആത്മാവിനെ ദൂത് പറയുക. അമേൻ. നമ്മുടെ കർത്താവിന് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് നമ്മുടെ ശുദ്ധീകരണം തന്നെയാണ്. വിശ്വസിക്കാമോ? ഈ രാത്രിയിൽ കർത്താവെ, ഞങ്ങളെ ഒന്ന് സമർപ്പിക്കണമേ, ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ദൈവമേ, ആ ദൈവിക നീതി ഞങ്ങളുടെ മേൽ ഒന്ന് വെളിപ്പെടണമേ എന്ന് എത്ര ദൈവങ്ങൾക്ക് പറയാൻ കഴിയും? അമ്മേ, ഇനിയും എന്നെ ശ്രദ്ധിച്ചോ. അമ്മേനെ 13-ാം വാക്യം പറയുക, സർവ്വഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഉള്ളങ്കാൽ യോർദാനിൽ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ വെള്ളം 2ആയി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. റീസൺ, കൊയ്ത്തുകാലം അടുക്കുമ്പോൾ അവൻ നന്മകളെ കവിഞ്ഞൊഴുകുന്ന ചില പൈശാചിക മണ്ഡലവും അന്ന് പകലിൽ പൊട്ടിമാറി
അങ്ങനെയെങ്കിൽ ഈ രാത്രി ഞാൻ ദൈവജനത്തോട് ദൂത് വിളിച്ച് പറയുക, നിന്റെ വാഗ്ദത്തങ്ങളെ ചോർത്തി കളയുവാൻ, നിന്റെ നന്മകളെ മുടക്കി കളയുവാൻ ശ്രമിക്കുന്ന ചില യോർദാൻ നദിയെ ഇന്ന് രാത്രിയിൽ പെട്ടകം എടുത്തുകൊണ്ട് പറ, കർത്താവേ, ഞങ്ങൾ ഇതിനെ ചുമക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ ഒഴുകുന്ന ചില ഒഴുക്കുകളെ എന്റെ ദൈവം ഈ രാത്രി ഒന്ന് ബ്ലോക്ക് ചെയ്യണമേ എന്ന് ആത്മാവിൽ ദൈവജനത്തിന് വിളിച്ചു പറയുവാൻ കഴിയുമോ? അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ചില മണ്ഡലങ്ങളെ നോക്കി ആത്മാവിനെ കമാൻഡ് ചെയ്തേ. ആത്മാവിനെ കമാൻഡ് ചെയ്. ദൈവത്തോട് പറ, കർത്താവേ, ഞങ്ങൾ പെട്ടകം ചുമത്തിട്ടൊട്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇതിനകത്തളത്തിന്മേൽ ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ കരകവിഞ്ഞൊഴുകുന്ന ചില യോർദാൻ നദിയെ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം ചിറ പോലെ നിർത്തണമേ എന്ന്. കണ്ടോ, 14-ാം വാക്യം പറയുക, അങ്ങനെ ജനം യോർദാനക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. കണ്ടോ, യോർദാൻ അരികെ ഒരു പെട്ടകം ചുമന്നുകൊണ്ട് വന്നു. ഈ പെട്ടകം ചുമന്നുകൊണ്ട് വരുമ്പോൾ കര കവിഞ്ഞൊഴുകും. പലപ്പോഴും ഫൈനൽ സ്റ്റേജിൽ നമ്മൾ വീണുപോകും. ഫൈനൽ സ്റ്റേജിൽ നമ്മൾ വീണുപോയ ചരിത്രം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ രാത്രി ഞാൻ ദൈവജനത്തോട് പറയാം, ദൈവം അതിനെ ഈ രാത്രി ബ്ലോക്ക് ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ? പക്ഷെ കർത്താവിന് ആവശ്യം നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മുടെ ദൈവത്തിന് ആവശ്യം. ഒറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ആമേൻ, ചില ദൈവം തന്ന ആലോചനകൾ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. എന്നിട്ട് കാര്യം വേഗം ഞാൻ ടച്ച് എന്ന് പറയാം. ഈ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യെരിഹോം പിടിച്ചടക്കി. എങ്ങനെ യെരിഹോം പിടിച്ചടക്കിയത് എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത്, 1-ാം ദിവസം പെട്ടകം ചുമന്നുകൊണ്ട് എത്ര തവണ നടക്കണം? 1 തവണ. 2-ാം ദിവസം, 3-ാം ദിവസം ആര് പറയും? തിരുവചനം കൊടുത്തിരിക്കുക എരിഹോം പെട്ടകത്തിന് ചുറ്റും. അവൻ 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം കൊടുത്തിരിക്കുക. എരിഹോമിനെ പിടിച്ചടക്കി അവൻ അടച്ചുറപ്പാക്കിയിരുന്നു, ആരും പുറത്തിറങ്ങിയില്ല. കണ്ടോ, അവൻ തിരുവചനം കൊടുത്തിട്ടുണ്ടോ? നൂന്റെ മകനായ അവൻ 6-ാം വാക്യം, 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ അവൻ 7 കാഹളം പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു. പട്ടണത്തെ ചുറ്റി നടപ്പി. ഈ ചുറ്റി നടക്കുന്ന പട്ടണത്തിന് അവൻ യെരിഹോം പട്ടണത്തിന് ചുറ്റി നടക്കുമ്പോൾ ഒന്നാമത് അവിടെ കടന്നു വന്നത് എന്താണെന്നറിയാമോ? ഐക്യമത്യത വന്നു. എന്താ പറഞ്ഞേ? ഐക്യമത്യത വന്നു. 2-ാമത്തത് സമർപ്പിച്ചു. 3-ാമത്തത് സഹിഷ്ണുതയോടെ കാത്തിരുന്നു, വീഴുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. 4-ാമത്തെ ഒരു ഉറപ്പുണ്ട്, ഞാൻ ഈ പട്ടണത്തെ ദൈവം ഞങ്ങളുടെ കയ്യിൽ തന്നു. ദൈവജനമേ, നിന്റെ വാഗ്ദത്തത്തെ ഇന്ന് രാത്രിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിക്കുകയുണ്ടായി. വലിയ വന്യമൃഗങ്ങൾ, അതായത് വലിയ സിംഹം, കടു, ഇങ്ങനത്തെ വന്യമൃഗങ്ങൾ, അവർക്കൊരു ടെറിറ്ററി ഉണ്ട്. ഈ ടെറിറ്ററിക്ക് ഇപ്പുറം ആര് കടന്നു വന്നാലും ഒന്നെങ്കിൽ അവർ അതിനെ കീഴടക്കും, ഇല്ലെങ്കിൽ അവർ കീഴടങ്ങും. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ ടെറിറ്ററി ഒന്ന് വർദ്ധിപ്പിക്കണം. മനസ്സിലായോ? പ്രാർത്ഥന ടെറിറ്ററി എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അത് മണിക്കൂറുകളോളം ഇരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പറയണം, കർത്താവേ, ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ഒരു ദൈവ പ്രവർത്തിക്ക് കാരണമാകണമെന്ന്. ചില മണ്ഡലങ്ങളെ മുദ്രയിട്ടോട് പറയണം, ദൈവമേ, ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ ജീവിക്കണമെന്ന്. ഞങ്ങളുടെ ഒരു കസിനായിട്ടും വരും, ചേച്ചിക്ക് കുഞ്ഞുങ്ങളില്ല, പക്ഷെ ദൈവം പറയായിരുന്നു കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കും. ഈ അച്ചായൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ മകളോട് ദൈവം പറഞ്ഞത് നിവർത്തിക്കണം. ഈ സ്തോത്രം 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞപ്പം ഒരു പോസിറ്റീവ് ന്യൂസ് വന്നു, ചേച്ചി ക്യാരിങ് ആണ്. നിങ്ങൾക്കൊരു അത്ഭുതം തോന്നുന്നില്ലേ? പക്ഷെ ഞാൻ ദൈവജനത്തോട് പറയാം, പ്രാർത്ഥിച്ചവൻ ഉത്തരം കൊടുക്കുന്നൊരു ദൈവമുണ്ട് നമ്മുടെ ദൈവം. റെയ്നാഡ് ബോങ്കെ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ആരാധിക്കുന്നവനോട് ആരുണ്ട്? പ്രവർത്തിക്കുന്നവനോട് ആരുണ്ട്? പക്ഷെ വെറുതെ ഇരിക്കുന്നവരോട് ആരുണ്ട്? ദൈവമില്ല. ഞാനിങ്ങനെ കയ്യും പൂട്ടി എനിക്ക് വേണ്ടി എൻ്റെ അപ്പനുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ, അമ്മയുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ചിരിക്കും. ഇവൻ എന്തുവാടെ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കും. പ്രാർത്ഥിക്കാതെ തലമുറകളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ പൊക്കോ അങ്ങനെ പൊക്കോ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ കുഴപ്പമില്ലായിരിക്കാം,
പക്ഷെ ചില നാളുകൾ കഴിയുമ്പോൾ കുഴപ്പം വരും. ഞാൻ ഈ പറയുന്നത് ഈ വചനത്തെ തന്നെ നിർത്തിക്കൊണ്ടാണ് ഞാൻ ദൈവജനത്തോട് പറയുന്നത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് 8:30 തന്നെ 8:30 വരെയല്ലേ വർഷങ്ങളെ? അതെ, 8:30. ഓക്കെ, കഴിയും. കൃത്യം 10 മിനിറ്റ്, ഒരു 12 മിനിറ്റ് കൂടി ഞാൻ നിർത്താം. ഒറ്റ കാര്യം കൂടെ. ദൈവത്തിന്റെ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ തിരുവചനം കൊടുത്തിരിക്കുന്ന അബീനാദാബിന്റെ വയലിന്റെ അരികിലെത്തിയപ്പോൾ പെട്ടകം ചുമന്ന ആ പശുക്കിടാവ് ഒന്ന് ഒലഞ്ഞു. എന്ത് ചെയ്തു? ഒന്ന് ഒലഞ്ഞു. തിരുവചനം കൊടുത്തിരിക്കുന്നത് ഉസ്സ എന്ന് പറയുന്ന നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഈ പെട്ടകം വീണു പോകുമെന്ന് കരുതിയിട്ട് ഓടിച്ചെന്ന് പെട്ടകത്തെ ഒന്ന് താങ്ങി. വചനം കൊടുത്തിരിക്കുന്ന പെട്ടകം വീണോ? പറ. വീണില്ല. സംശയിക്കേണ്ട, വീണില്ല. പക്ഷെ വീണ് പോയേക്കുമെന്ന് കരുതിയ ഉസ്സ ഒന്ന് നല്ല വശം, ഞാൻ പലപ്പോഴും ചോദിച്ചു, നല്ലത് ചെയ്തിട്ട് മരണപ്പെട്ടു പോയത്. ഉസ്സ ഇങ്ങനെ താങ്ങി നിർത്തിയതാ. അയ്യോ, യഹോവയുടെ പെട്ടകം വീണ് പോയാൽ ഞാനും പരിഹസിക്കപ്പെടും, ദാവീദും പരിഹസിക്കപ്പെടും, പുരോഹിതന്മാരും പരിഹസിക്കപ്പെടും. അയ്യോ, ഈ പെട്ടകം വീണ് പോകല്ലേ. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? പെട്ടകത്തെ തൊട്ടവൻ അന്നേരം മരണപ്പെട്ടു. വചനം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാ. പെട്ടകത്തെ തൊട്ട ഉസ്സ ആ അബീനാദാബിന്റെ കണത്തിങ്കൽ തന്നെ മരണപ്പെട്ടു. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, ബംഗാളിയും മലയാളിയും പോലെ അല്ല ദൈവവും. ഭായ് ഭായ് ബന്ധമല്ല നമ്മളും ദൈവവും തമ്മിൽ. ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന നമ്മൾ ഇരിക്കുന്ന പലപ്പോഴും ദൈവത്തെ മറന്നിട്ട. മനസ്സിലായോ? ഈ പെട്ടകത്തെ തൊട്ടവൻ സ്പോട്ടിൽ മരണപ്പെട്ടെങ്കിൽ ഇന്നും ശുദ്ധീകരണമോ സമർപ്പണമോ ഒക്കെ ഇല്ലാതെ ആരുടെ വ്യക്തിത്വത്തെ ഒന്നും പറയുകയല്ല. പക്ഷെ ദൈവം പറയുന്നു, അവൻ അങ്ങനെ ഇല്ലാതെ ഇതിനകത്ത് ഇരുന്നിട്ട് തിരുമേശ എടുത്താൽ, അവൻ ആരാധിച്ചാൽ, ദൈവം പറയുക, കണക്ക് പറയുന്നൊരു നാളുണ്ട്, കണക്ക് പറയുന്നൊരു ദിനമുണ്ട്. ദൈവജനമേ, ദൈവം ആഗ്രഹിക്കുന്നത് സമർപ്പണമുള്ള കുടുംബ ജീവിതമാണ്, സമർപ്പണമുള്ള വ്യക്തിപരമായ ജീവിതമാണ്. ഞാൻ എന്റെ പപ്പയോടും മമ്മിയോടും എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു ബാച്ചിലർ ആയിട്ടുള്ള ഒരു ദൈവദാസനാണ്. എന്റെ അപ്പയോടും അമ്മയോടും എന്റെ ജ്യേഷ്ഠനോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഒരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയും അടികൂടിയും ഇരിക്കരുത്. എന്റെ ജ്യേഷ്ഠ, എന്റെ ട്വിൻ ബ്രദറിനോട് ഞാൻ പറയാറുണ്ട്. കാരണം അനലും എന്റെ ജ്യേഷ്ഠന് ഞാൻ പറയുന്നത്, കാരണം നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കിയാൽ പിശാചിന് ഒരു 3 ഗ്യാപ്പ് മതി. എത്ര ഗ്യാപ്പാ? ഒറ്റ ഗ്യാപ്പ് മതി. ഒരു പ്ലാസ്റ്റിക് കവറിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ചെറിയ സൂചി വെച്ച് തൊട്ടാൽ ആ ദ്വാരം വലുതാവാൻ എത്ര സമയം വേണം? ഇതുപോലെ ആ പിശാച് നമ്മളെങ്ങനെ നോക്കിയിരിക്കും, എവിടെ വീണത്. ദൈവജനമേ, എന്നോട് ദൈവം പറഞ്ഞു, ദൂത ഈ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു ശുദ്ധീകരണമാണ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും എന്റെ ദൈവത്തിന് സന്ദർശിച്ചു. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ രാത്രി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഈ രാത്രി ഞങ്ങളെ ഒന്ന് കഴുകണമേ എന്ന് ദൈവമക്കൾക്കൊന്ന് ആത്മാവിലെന്ന് പറയുവാൻ കഴിയില്ല. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ചില ദൈവപ്രവൃത്തി നടക്കാൻ അവൻ ദൈവത്തിന്റെ ആത്മാവിലെന്ന് പറ. ഈ രാത്രി ഒരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ ഇടയിൽ നടക്കേണ്ടതിന് കർത്താവേ, ഞങ്ങളെ ഒന്ന് ആ മഹത്വത്തിനാക്കി ഉപയോഗിക്കണമേ എന്നാണ്. ദൈവിക പദ്ധതി ഒന്ന് വെളിപ്പെടേണ്ടതിന് ദൈവമക്കൾക്കൊന്ന് ആത്മാവിലെന്ന് കൽപ്പിച്ചേ. ഓ